മെഹ്റാജ് രാവിലെ കാറ്റേ. നീ പകപോക്കാണടാ ഇന്ദുചൂടാ. എന്ത് കണ്ടിട്ടാടി അഹങ്കാരം? ഉണ്ടാക്കിയ തന്തക്കോ വേണ്ട. രാഗിണിക്കാവിലെ രാക്കുയിലേ, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരുപാട് കലാകാരന്മാരെ നമ്മളെല്ലാവരും കാണാറുണ്ടല്ലേ. എന്നാൽ എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രിയപ്പെട്ടൊരു കലാകാരനെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും അദ്ദേഹത്തിന് ഉണ്ടാവണമേ എന്ന ഒരു റിക്വസ്റ്റോടു കൂടി നമുക്ക് ആ ഒരു കലാകാരനെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉസ്മാനിക്ക വിശേഷങ്ങളൊക്കെ? സുഖമാണ്. റാത്താണോ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി ഗാനങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വയനാട് ജില്ലയിലെ മൂപ്പനാട് എന്ന പഞ്ചായത്തിൽ റിപ്പൺ എന്ന കൊച്ചു ഗ്രാമത്തിലെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്മാൻ എന്നൊരു കലാകാരനാണ്. അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ്. മിമിക്രി, മോണാക്ട്, അതുപോലെ വിവിധ ഗാനങ്ങളിലൂടെ നമുക്ക് മുൻപിൽ അദ്ദേഹം നിരവധി തവണ വന്നിട്ടുണ്ട്. യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറാനൊരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രാർത്ഥനയും പിന്തുണയും ഈ കലാകാരനുണ്ടാവണം. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. സ്മരിക, നിങ്ങൾ എത്ര വർഷമായി ഈ ഓട്ടോ ഫീൽഡിൽ? ഞാൻ എൻ്റെ 18 വയസ്സിൽ തുടങ്ങിയ 18 വയസ്സ് മുതൽ ഓട്ടോ ഫീൽഡിലുണ്ട്. അദ്ദേഹം കുടുംബത്തിൻ്റെ പ്രാരാബ്ദം അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ ഒരു ഓട്ടോ ജോലിയുമായി അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹം ഈ കലാപ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നതും നിരവധി സ്റ്റേജുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിക്കൊണ്ട് നമുക്ക് മുൻപിൽ എത്തുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരൻ ആരാണ് ഉസ്മാനിക്ക? ഒരു ഗായകൻ എന്നുള്ള നിലക്ക് മാപ്പിളപ്പാട്ട് മേഖലയിലാണെങ്കിൽ? മാപ്പിളപ്പാട്ടിലാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് പിന്നെ എരഞ്ഞോളി മൂസക്കയാണ് അല്ലേ? എരഞ്ഞോളി മൂസക്കന്റെ പാട്ടാണ് എനിക്ക്. എല്ലാ ഗായകന്മാരും ഇഷ്ടമാണ്, പക്ഷെ അതില് മാപ്പിളഗാനം ആലപിക്കുന്നത് എരഞ്ഞോളി മൂസക്കന്റെ ഒരു ഫാനാണ്. അങ്ങനെയല്ലേ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള എരഞ്ഞോളി മൂസക്കയുടെ ഒരു ഗാനം തന്നെ ആവില്ല ആദ്യം? എന്നാൽ മൂസക്കയുടെ ഒരു ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിയാലോ? രണ്ടുപേരി. ഓക്കെ. മെഹ്റാജ് രാവിലെ കാറ്റേ, മരുഭൂത്തണുപ്പിച്ച കാറ്റേ. മെഹ്റാജ് രാവിലെ കാറ്റേ, മരുഭൂത്തണുപ്പിച്ച കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ. മെഹ്റാജ് രാവിലെ കാറ്റേ, മരുഭൂത്തണുപ്പിച്ച കാറ്റേ. അൽഹംദുലില്ലാ, വളരെ റാഹത്തായിട്ടുണ്ട് പാടി, വളരെ ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉസ്മാനിക്ക, അപ്പൊ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളൊക്കെ, നിങ്ങളുടെ കുടുംബം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 3 കുട്ടികളാണ്. അതില് മൂത്തവന് ഇങ്ങനെ ഒരു ഓട്ടോ ആയിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞു. അവനെൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ മകന് സെൻട്രിങ്ങിൻ്റെ ഒക്കെ പണിയാണ്. കെട്ടിട പണിയിൽ ആണ് അവൻ്റെ ജീവിതം. മോളെ കല്യാണം കഴിഞ്ഞു. കോട്ടക്കൽ, മലപ്പുറം കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു. സപ്പോർട്ടിങ് ആണ്. പാട്ടിനും കാര്യങ്ങളൊക്കെ മക്കളായാലും കുടുംബമായാലും എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രാക്ടീസിനൊക്കെ എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത്? ഞാൻ എൻ്റെ പണി കഴിഞ്ഞാൽ എനിക്കിവിടെ റൂമുണ്ട്, ക്ലബായിട്ട്. ചെറിയൊരു ചെക്കന്മാരൊക്കെ അല്ല, നമ്മളെ നാട്ടിലെ നല്ല നല്ല പാടുന്ന പയ്യന്മാരുണ്ട്. അവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കുക, പാട്ട് പഠിക്കുക. അപ്പോൾ ഞാനും അവരെ കൂടെ പാടും.
അവർക്കൊരു ചാൻസ് ആയും ചെയ്ത് നമുക്കൊരു പാട്ട് പ്രാക്ടീസ് ആയും ചെയ്ത്. അതെ. അപ്പം അങ്ങനെ ഒരു ചെറിയ റൂമുണ്ട്. ആ റൂമിൽ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കൂടും. ഞാനും ഉണ്ട്, ഒരു 10-15 ചെക്കന്മാരുണ്ട്. ഓക്കെ. അവരായിട്ടാണ്. നിങ്ങൾ പ്രോഗ്രാമുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? കല്യാണ പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രോഗ്രാം വരാറുണ്ട്. ഓക്കെ. അതുപോലെ റിസോർട്ടിലൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കാറുണ്ട്. ഓക്കെ. പിന്നെ പരിപാടിക്ക് പ്രോഗ്രാമിനൊക്കെ അങ്ങനെ പോകാറുണ്ട്. ചെറിയ ചെറിയ പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ കൂടുതലും മാപ്പിളപ്പാട്ടുകൾ മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ സോങ്ങും പാടും? മലയാളം, തമിഴ് എല്ലാം ചെയ്യും? എല്ലാം ചെയ്യും. ഉസ്മാനിക്ക നല്ലൊരു മിമിക്രി കലാകാരനാണ്. നമ്മൾ നിരവധി തവണ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ആരുടെയും ഒന്നൊരു ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമോ? മിമിക്രി എന്ന് പറഞ്ഞാൽ കുറേ ആയി, ഒരു 10-25 വയസ്സിലൊക്കെ ആണ് ഞാൻ മിമിക്രി പരിപാടി കുറേ സ്റ്റേജുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പൊ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളെ ശബ്ദപ്പം അനുകരിക്കും. ഓക്കെ. നമ്മുടെ മൺമറഞ്ഞു പോയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളൊരു വില്ലൻ കഥാപാത്രങ്ങൾ എടുത്തിരുന്ന ഒരാളുണ്ട്. നല്ലൊരു നടനുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ പേര് ഉസ്മാനിക്ക പറയരുത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഡയലോഗ് പറയുക. പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ആർട്ടിസ്റ്റിന്റെ പേര്, ആക്ടറുടെ പേര് പ്രേക്ഷകർ ഇതിൽ കമന്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം കറക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ശബ്ദം ഞാൻ അനുകരിക്കുകയാണ്, കുറെ എടുത്തിട്ട് മിമിക്രി. ഓക്കെ, അനുകരിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ, നമ്മൾ നോക്കാം. അപ്പോൾ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ മൂപ്പര് ചെയ്തൊരു കഥാപാത്രമുണ്ട്. അതിലൊരു ഡയലോഗ് ഞാൻ എടുത്തത്. ഓക്കെ. നീ പകപോക്കാണടാ ഇന്ദുചൂടാ. എന്ത് കണ്ടിട്ടാടി അഹങ്കാരം? ഉണ്ടാക്കിയ തന്തക്കോ വേണ്ട, ഒരു തെളിവിന് പോലും ബാക്കി നിൽക്കാണ്ട് തള്ളയും പോയി. നീ വെറും ഒരു പെണ്ണ. എത്ര മുറുക്കി കുത്തിയാലും ഏതെങ്കിലും ഒരു ആണിന്റെ കൈകൊണ്ട് ഈ മടിക്കുത്തയും. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ താൻ കച്ചവടത്തിനായി തെണ്ടുന്ന കാഴ്ച ഈ ഞാൻ തന്നെ കാണേണ്ടി വരും. ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാരണമല്ലേ? വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലൊരു പെർഫോമൻസ് ആണ് ഉസ്മാനിക്ക് ഈ ഒരു സമയത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഉസ്മാനിക്ക പ്രാക്ടീസും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഉസ്മാൻ എന്നൊരു കലാകാരനെ ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനും അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാനൊക്കെ ഉള്ള ഒരു അവസരം നമ്മുടെ പ്രേക്ഷകർ വിചാരിച്ചാൽ മാത്രം നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അത്രയും വലിയൊരു കലാകാരനാണ്. നിരവധി സ്റ്റേജ് ഷോകളും അതുപോലെ കല്യാണ വീടുകളിലും അതുപോലെ റിസോർട്ടുകളിലെല്ലാം പോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത ഒരു ഉപജീവന മാർഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു കലയെ കാണുന്നത്. അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു പാട്ടായാലും ഒരു മലയാളം ഗാനമായാലോ? ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു ഗാനം. ഓക്കെ. 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 രാഗിണിക്കാവിലെ രാക്കുയിലേ രാഗേന്ദു നിന്നെ മറഞ്ഞതന്തേ കൽപ്പകച്ചോലയിൽ കണ്ടിട്ടറിയാതിരുന്നതെന്തേ ഒന്നും മിണ്ടിപ്പഴകാതിരുന്നതെന്തേ രാഗിണിക്കാവിലെ രാക്കുയിലേ രാഗേന്ദു നിന്നെ മറന്നതെന്തേ കൽപ്പകച്ചോലയിൽ കണ്ടിട്ടറിയാതിരുന്നതെന്തേ ഒന്നും മിണ്ടിപ്പഴകാതിരുന്നതെന്തേ രാഗിണിക്കാവിലെ രാക്കുയിലേ. ഉസ്മാനിക്ക, നിങ്ങളെങ്ങനെ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ കടന്നു വന്നത്? അതായത് നിങ്ങളിൽ ഒരു കലാകാരനുണ്ടെന്ന് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാടും. ഓക്കെ. കലോത്സവ സമയം അതുപോലെ സ്കൂളിലുള്ള ഓരോ പ്രോഗ്രാമിന് മിമിക്രി ചെയ്യാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഓക്കെ. പക്ഷെ നമുക്ക് ഈ സംഗീതം പഠിക്കാനുള്ള ഒരു ചാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മള് ഇപ്പൊ കുടുംബ സാഹചര്യങ്ങളും മറ്റും ഒക്കെ അതിന് അനുവദിച്ചില്ല. സാമ്പത്തികമായിട്ടും
ഈ ഓട്ടോ ഓടിച്ചാൽ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു സമാധാനം, ഒരു മനസ്സിനൊക്കെ ഒരു ശാന്തത, ടെൻഷനൊന്നും ഇല്ലാതെ അതെ ഒരു അങ്ങനെയാണല്ലോ. അപ്പൊ വെറുതെ ചെക്കന്മാരപ്പം ഇങ്ങനെ കൂടി അങ്ങനെ. ഉസ്മാനിക്കാക്ക് നമ്മുടെ നാട്ടില്, സ്വന്തം നാട്ടിൽ ഒരുപാട് ആരാധകരുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളാണ് നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിരവധി വേദികളിൽ ഉസ്മാനിക്ക പാടുന്ന ഒരു പാട്ടുണ്ട്. ഉസ്മാനിക്കന്റെ ഒരു ഫേവറേറ്റ് പാട്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നില്ല ഏതാണെന്ന്. അപ്പോൾ ഉസ്മാനിക്കന്റെ ആ ഒരു ഫേവറേറ്റ് പാട്ട് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കാൻ പറ്റുമോ? അത് ഒരു വരി ഞാൻ പാടാം. ഓക്കെ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കൂടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. മനോഹരമായൊരു പാട്ടാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ഉസ്മാനിക്ക പങ്കുവച്ചിരിക്കുന്നത്. ഇതുപോലെ അറിയപ്പെടാത്ത, അവസരങ്ങൾ ലഭിക്കാത്ത ഒട്ടനവധി കലാകാരന്മാരാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത്. അത്തരത്തിലുള്ള കലാകാരന്മാർക്ക് അവരുടെ അവസരങ്ങൾ നമ്മുടെ ചാനലിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ളൊരു അവസരമാണ് നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പാട്ടുകളും കഴിവുകളുമൊക്കെ പുറലോകത്തെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകുന്നതാണ്. ഉസ്മാനിക്ക പറയൂ, എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ ഇനി ഒരുപാട് ആളുകളുണ്ട് പാടാൻ. ഒരവസരം കണ്ട് കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനു വേണ്ടി ഞാൻ ഒരു ക്ലബ്ബ് തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വന്നിരിക്കാറുണ്ട്, പാടാറുണ്ട്. എല്ലാവരും സപ്പോർട്ടിങ് ചെയ്യുക അതുപോലെ കലാകാരന്മാരെ. അതെ, സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഒരു മിനിറ്റ് മതി ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ ഒരു ജീവിതം മാറ്റിമറിക്കാനല്ലേ. അപ്പോൾ നല്ലവരായിട്ടുള്ള പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഓരോ കലാകാരന്മാരും വളർന്നു വരുന്നത്. അപ്പോൾ പ്രേക്ഷകരോട് ഉസ്മാനിക്കാക്ക് എന്താണ് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ സാഹചര്യത്തിൽ എന്താണ് ഉസ്മാനിക്കാന്റെ ഒരു അഭിപ്രായം എന്താണ്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങാണ്. നമ്മളെ നാട്ടിലെ നല്ല നല്ല ആളുകൾ നമ്മളെ നല്ല സപ്പോർട്ടിങ്ങാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എല്ലാവരും, നമ്മളിപ്പോൾ ഒരു പാട്ട് ഫേസ്ബുക്കിൽ പാട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങായിട്ട് വരാറുണ്ട്. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുപോകണം. എനിക്കൊരു ആഗ്രഹം ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമ്മളൊരു ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഒന്ന് പോവുക, മുഖം കാണിക്കുക. അതിനൊന്നും ഇനി നമുക്ക് പറ്റുമെന്ന് അറിയില്ല. എന്നാലും എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യം കണ്ടില്ലേ ആണെങ്കിൽ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്, ഒന്ന് മുഖം കാണിക്കണം. അത് വലിയ വലിയ ആഗ്രഹം വേറെ ഒന്നുമില്ല. അപ്പൊ ഉസ്മാനിക്കാന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കോമഡി ഉത്സവം പോലുള്ള നിരവധി റിയാലിറ്റി ഷോകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം വേദിയിലൊരു ഗസ്റ്റായി, ഒരു ആർട്ടിസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ, അല്ലെങ്കിൽ തൻ്റെ ഒരു മിമിക്രി അവതരിപ്പിക്കാൻ ഒരു വേദിയിലൊരു അവസരം ഉണ്ടാവുക എന്നുള്ളൊരു സ്വപ്നം മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ മേഖലയിൽ ബാക്കിയായിട്ടുള്ളത്. അപ്പം അതിന് നമ്മുടെ പ്രേക്ഷകരൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിമിഷം കൊണ്ടേ സാധിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം പൂവണിക്കുന്നതിന് വേണ്ടി നല്ലവരായിട്ടുള്ള എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ സോഷ്യൽ മീഡിയ പേജിലൂടെ നിങ്ങൾ അറിയിക്കുക. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂവണിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.